ഇതുപോലെയുള്ള അസഹിഷ്ണുതാപരമായ സന്ദേശങ്ങൾക്ക് ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആസുരതകളുടെയും ആശങ്കകളുടെയും ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് ധാരാളം പങ്കുവെക്കാനുണ്ട്. ആ അപകടങ്ങളെ കുറിച്ച് ഈ രാജ്യത്തെ പൗരന്മാർ സാമാന്യം ബോധമുള്ളവരാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ മതേതര സമൂഹം ഒന്നടങ്കം രാജ്യത്തെ അതിൻ്റെ അസ്തിത്വത്തിൽ തന്നെ നിലനിർത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സമുദായത്തിന്റെ അജണ്ടകളെ ഒന്നാകെ അട്ടിമറിക്കും വിധമുള്ള അസഹിഷ്ണുതാപരമായ സന്ദേശങ്ങളുടെയും ആഹ്വാനങ്ങളുടെയും അപശബ്ദങ്ങള് ഇസ്ലാമിന്റെ വേദികൾ എന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, എന്തിന്റെയൊക്കെ പേരിൽ ഈ സമുദായം ഇന്നലകളിൽ എന്തൊക്കെ ആത്മീയമായ ചര്യകളെയും ചലനങ്ങളെയും ചേർത്തു പിടിച്ചിട്ടുണ്ടോ, ആ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മുഴുവൻ ഈ സമുദായത്തിനിടയിൽ അവർ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുകയും അസഹിഷ്ണുതാപരമായി സമീപിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, സമുദായവും സമൂഹവും വളരെ അപകടകരമായി കാണുന്ന അധാർമികമായ സംസ്കാരങ്ങളെ, അധാർമികമായ പ്രവണതകളെ മാന്യവൽക്കരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ അപകടത്തെ കുറച്ചു കാണിക്കാനുള്ള ശ്രമങ്ങൾ അതും ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സമുദായം ഇന്നലകളുടെ അവരുടെ സായാഹ്നങ്ങളിൽ വൈകുന്നേരം ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നത് ഹൃദ്യമായ ആത്മീയതയുടെ വരികളാണ്. മഹാന്മാരായ പൂർവ്വസൂരികളുടെ ചരിത്രങ്ങളെയും ആ ചരിത്രങ്ങളെ ഇതിവൃത്തമാക്കി എഴുതി വെച്ച പടപ്പാട്ടുകളും മാലപ്പാട്ടുകളും തുടങ്ങി സമുദായത്തിന് വലിയ വലിയ മാതൃകകൾ സമ്മാനിക്കുന്ന, മാതൃകകൾ പിൻതലമുറയിലേക്ക് കൈമാറാൻ കഴിയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മാലകളുടെയും മൗലിദുകളുടെയും ഒക്കെ ഈരടികളാണ് സമുദായത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നത്. ഒരു വീടിന്റെ അകത്തളങ്ങളിലെ പ്രായമെത്തിയ ഉമ്മൂമ ഇശാ മഗ്രിബിനിടയിൽ ഒരു മാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാലയുടെ അനുബന്ധമായി അവിടെ പാരായണം ചെയ്യപ്പെടുന്നത് ഫാത്തിഹ സൂറത്തുകളാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ വരികളാണ്. ആ ഖുർആനിന്റെ വരികളും മഹാന്മാരുടെ ചരിത്ര ഇതിവൃത്തങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇതുപോലെയുള്ള ഹൃദ്യമായ മാല മൗലിദുകളെ കഞ്ചാവിനേക്കാൾ അപകടകരമായി, അതുപോലെ അങ്ങനെയുള്ള അധാർമികമായ പ്രവണതകളെക്കാളും അപകടകരമായി ഒരു ഇസ്ലാമിക വേദിയിൽ നിന്ന് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിരോധാഭാസമാണ്. തൗഹീദിന്റെ പേരിൽ രംഗപ്രവേശനം ചെയ്യുന്നു എന്ന് പറയുന്ന പ്രസ്ഥാന വേദികളിൽ നിന്ന് അങ്ങനെയുള്ള അപശബ്ദങ്ങളെയും സമുദായത്തിന് കേൾക്കേണ്ടി വരികയാണ്. സഹോദരങ്ങളെ, മഹാന്മാരായ അമ്പിയാക്കൾ മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, മഹാന്മാരായ ഔലിയാക്കൾ മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, ആ ഔലിയാക്കളും അമ്പിയാക്കളും മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾക്ക് ആദരവുകളുണ്ട്. ഒരു മഹാന്റെ മഖ്ബറയിലേക്ക് നമ്മൾ സിയാറത്തിന് പോകുന്നത് എന്തിനാണ്? ആ മഹാന്മാരുടെ മഖ്ബറയിൽ അവരെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ല, അവരോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുമല്ല. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് മാനസികമായ വല്ല പ്രശ്നങ്ങളും വന്നാൽ കുന്തു അജിയു ഇലാ ഖബരി അബീ ഹനീഫ, 2 റക്അത്ത് നിസ്കരിച്ച് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തുങ്കൽ
ജാറത്തിലേക്ക് പോവുകയാണ്. ആ ജാറത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കപ്പെടാറുണ്ട്. ഞാൻ എൻ്റെ എല്ലാ തേട്ടങ്ങളും റബ്ബിലേക്ക് നൽകിയാൽ ആ പരിശുദ്ധമായ സ്ഥലത്തിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകാറുണ്ട്. മഹാന്മാര് മറവിട്ട് കിടക്കുന്ന സ്ഥലം ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവിട്ട് കിടക്കുന്ന പരിശുദ്ധമായ റൗള, ആ റൗളയിൽ മറവിട്ട് കിടക്കണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള മുസ്ലിം ഉമ്മത്ത് പ്രാമാണികമായി തന്നെ പാരമ്പര്യമായി തന്നെ സ്ഥിരപ്പെട്ടും ആദരിച്ചും പോരുന്ന ഈ വിശുദ്ധമായ ഇടങ്ങളെ കഞ്ചാവിന്റെയും കള്ളുഷാപ്പിന്റെയും വളരെ മലീമസമായ സ്ഥലങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ ഇതിന്റെയൊക്കെ അപകടം സാമാന്യം കുറച്ചു കാണിക്കുകയാണ്. കഞ്ചാവ് പോലെയുള്ള MDM പോലെയുള്ള മാരകമായ ലഹരികൾ എല്ലാ ജനവിഭാഗത്തെയും വളർന്നു വരുന്ന തലമുറയെ ആസൂത്രിതമായി അത്തരം അപകടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ജുഗുപ്സാവഹമായ അജണ്ടകളെ ഈ സമൂഹത്തിൽ പലരും ബോധപൂർവം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് തന്റെ വീട്ടിൽ മൗലിദോതുന്ന പിതാവിനെക്കാളും, അല്ലെങ്കിൽ തന്റെ വീട്ടിൽ മൗലിദോതുന്ന പിതാവാണ് തന്നോട് കഞ്ചാവിന്റെ കഥ പറയാനും MDMന്റെ ഏജൻസികളായി കടന്നു വരാനും തയ്യാറാകുന്ന ആളുകളെക്കാൾ അപകടകാരി എന്ന മെസ്സേജ് ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയിലേക്ക് പോയാൽ സഹോദരങ്ങളെ, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ്? എന്തിന്റെ പേരിലാണ് ഇതുപോലെയുള്ള അപശബ്ദങ്ങളെയും അസഹിഷ്ണുതകളെയും ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സമുദായം ഏറ്റവും കൂടുതൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു കാലത്ത് ഈ രാജ്യത്തുള്ള എല്ലാ സമൂഹങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ആ മതേതര സമൂഹത്തിന്റെ കൂട്ടായ്മകൾക്കും ഐക്യത്തിനും ഏറ്റവും കൂടുതൽ മാതൃകയായി ശക്തി പകരേണ്ട മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ആ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഈ ഒരു കാലത്തും ഇതുപോലെയുള്ള ഭിന്നതകളെ, ഇതുപോലെയുള്ള വിഭാഗീയതകളെ അഭിമുഖീകരിക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്ന അഡ്രസ്സിൽ പരസ്പരം മുസ്ലിമീങ്ങളാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഈ സമുദായത്തിലെ വിവിധ കക്ഷികൾക്കും നേതാക്കൾക്കും ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിം പ്രശ്നങ്ങളെ കുറിച്ചും ആലോചിക്കുവാൻ പോലും കഴിയാത്ത വിധമുള്ള മാരകമായ വെട്ടിമുറിക്കലുകൾക്കാണ് 20കൾ മുതൽ ഈ സമുദായം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ആരോപണങ്ങളെയും ഏത് വിഭാഗീയതയെയും അവർക്ക് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ സമീപിക്കാൻ കഴിയുന്നതാണ്. എത്രമാത്രം വലിയ വിഷയങ്ങളെയും അസഹിഷ്ണുതകളെയും ഈ സമുദായം പ്രമാണ പിൻബലത്തോടുകൂടെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുകയും വിശാല മനസ്സോടുകൂടെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് ഗൗരവമായി ഓർമ്മപ്പെടുത്തിയ ബഹുദൈവാരാധന, ഇസ്ലാമിൽ ശിർക്ക് എന്ന് പറയുന്നത് മാരകമായ തിന്മയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമായ മനുഷ്യന് നേരെ വരുന്ന ഏത് ആരോപണങ്ങളെയും അവൻ വിട്ടുവീഴ്ച ചെയ്തേക്കാം, ഏത് ആരോപണങ്ങളോടും അവൻ സഹിഷ്ണുതാപരമായി സമീപിച്ചിരിക്കാം. എന്നാൽ ശിർക്കാരോപണം, ഈ സമുദായത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. അവർ ഇസ്ലാമിന്റെ വിശുദ്ധമായ തൗഹീദിൽ കളങ്കം ചാർത്തിയവരാണ്, ഇസ്ലാമിന്റെ വിശ്വാസത്തെ അവർ മലീമസപ്പെടുത്തിയവരാണ് എന്ന ആരോപണം ഈ സമുദായത്തിന് ഒരു കാലത്തും യോജിക്കാൻ കഴിയാത്ത വിധം സാമുദായിക മനസ്സുകൾക്കിടയിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. ഏറ്റവും വലിയ പരിഹരിക്കാൻ കഴിയാത്ത വിഭാഗീയതകൾ ഉണ്ടാക്കുന്നതാണ്. അത് കേവലം ഏതെങ്കിലുമൊക്കെ ഒരാളുടെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളല്ല. 1920കളിൽ ഇങ്ങനെ ഒരു ഭിന്നത സമുദായത്തിൽ ഉടലെടുക്കുന്നത് തന്നെ ഇതുപോലെയുള്ള ശിർക്കാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, കുഫർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. എന്നാൽ ആ കുഫർ ആരോപണങ്ങളെയും ശിർക്കാരോപണങ്ങളെയും ഒക്കെ താൽക്കാലികമായെങ്കിലും ഈ ഒരു മുസ്ലിം സമുദായത്തിന്റെ ആനുകാലികമായ വിഷയങ്ങളുടെ മുന്നിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തൽക്കാലം അത് മാറ്റിവെച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ അജണ്ടകളെ ഒന്ന് പുനഃക്രമീകരിക്കണമെന്ന് ചിന്തിക്കുവാൻ പോലുമുള്ള പക്വത ആ അവാന്തര വിഭാഗങ്ങളുടെ നേതൃത്വങ്ങൾക്കുണ്ടാകുന്നില്ല എന്നത് സമുദായത്തിന്റെ അവസ്ഥകൾ ഏറ്റവും കൂടുതൽ ദയനീയമാക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഒരു മുജാഹിദ് മൗലവി ഈ അടുത്ത കാലത്താണ് പ്രസംഗിച്ചു പോയത്. നമ്മുടെ നാടുകളിൽ പാരമ്പര്യമായി നിലനിൽക്കുന്ന മുസ്ലിം മഹല്ലുകൾ, ആ മുസ്ലിം മഹല്ലത്തുകൾക്ക് പാരമ്പര്യമായി ഇന്നലകൾ വരെ നേതൃത്വം കൊടുത്ത് കടന്നുപോയ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ പിന്നിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ
ഐക്യത്തോടെ അണിനിരന്നു പോയ സാമുദായിക അംഗങ്ങള് അവരെ അങ്ങനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സമുദായം, ആ സമുദായത്തെ പച്ചക്ക് കുഫർ ആരോപണം നടത്തുകയാണ്. വളച്ചുകെട്ടില്ലാതെ, അവ്യക്തതകളില്ലാതെ. ആ മൗലവി പറയുന്നത് നമ്മുടെ നാടുകളിലുള്ള ഈ പാരമ്പര്യ പള്ളികളെല്ലാം കുഫറിന്റെ പള്ളികളാണ്, അല്ലെങ്കിൽ അമ്പലത്തിന് തുല്യമായ പള്ളികളാണ്. അതുപോലെ ആ അമ്പലത്തിലുള്ള പൂജാരിക്ക് സമാനമാണ് മുസ്ലിം പള്ളിയിലെ ഇമാമുമാർ എന്നാണ്. ഇവിടെയുള്ള അമ്പലങ്ങളെ അമുസ്ലിമീങ്ങൾ ആദരിക്കുന്നുണ്ട്. അവിടെയുള്ള പൂജാരിയും പൂജകളും അവർക്ക് ആദരണീയമാണ്. അതിലൊന്നും നമ്മൾ കക്ഷി ചേരുന്നില്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അതെല്ലാം വിശ്വാസപരമായ വലിയ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങളിലേക്ക് ഈ സമുദായത്തിലെ മുഖ്യധാര ആരാധന കേന്ദ്രങ്ങളെയും ആത്മീയ നേതാക്കളെയും പച്ചക്ക് എഴുതി തള്ളുകയാണ് മുജാഹിദ് പുരോഹിതൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമെയാണ് വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമെയാണ് മുശ്രിക്കാക്കുന്നത്. നിസ്കരിക്കുന്ന ആളെല്ലാം ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. നിസ്കരിക്കും, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, ജക്കാത്ത് കൊടുത്താലും ശരി, വക്കത്തോട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവര് ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഈ രാജ്യത്തുള്ള മുസ്ലിം മുഖ്യധാരയെ കുറിച്ചാണ്, ഇവിടെയുള്ള ആദരണീയരായ മുസ്ലിം നേതാക്കളെ കുറിച്ചാണ്. പൊതുവിൽ നമ്മൾ കവലകളിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ചക്കെടുക്കുമ്പോൾ സമുദായത്തിന്റെ നന്മകൾ ചിന്തിക്കുകയും എന്നാൽ എത്രത്തോളം അപകടകരമാണ് വഹാബി മൗദൂദി ആശയങ്ങൾ എന്ന് വിലയിരുത്തുന്നിടത്ത് പരാജയപ്പെടുകയും ചെയ്ത ചില നിഷ്കളങ്കരായ മനുഷ്യർ പറയാറുണ്ട്, മുസ്ലിം സംഘടനകൾക്കിടയിലുള്ളത് തൽക്കാലം പൊറുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്, ശാഖാപരമായ വിഷയങ്ങളാണ്, വിട്ടുവീഴ്ച ചെയ്യാവുന്ന വിഷയങ്ങളാണ്. എങ്ങനെയാണ് സഹോദരന്മാരെ ഇസ്ലാം എന്ന അഡ്രസ്സിൽ മുസ്ലിമീങ്ങളാണെന്ന് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുമായി മുസ്ലിം നേതാക്കൾക്കും മുസ്ലിം സമൂഹത്തിനും ഒന്നിച്ചിരിക്കാൻ കഴിയുന്നത്? ഇനി അദ്ദേഹം പച്ചക്ക് പറയുന്നു, ഇവിടെ കുത്തുബിയത്ത് പോലെയുള്ള മുസ്ലിം മുഖ്യധാര ആത്മീയ പ്രവർത്തനങ്ങളായി കാണുന്ന പ്രവർത്തികൾ നടക്കുന്ന പള്ളികൾ അമ്പലങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് ജയിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അവര് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബത്ത് ജയിക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബത്ത് ജയിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കുന്നത്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ച. സഹോദരങ്ങളെ, എത്ര വലിയ അപകടകരമാണ് ഇത്! കേവലം കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ മാത്രമല്ല, ലോക മുസ്ലിമീങ്ങൾക്കു നേരെ, മുഖ്യധാര മുസ്ലിമീങ്ങൾക്ക് മുഴുവനും നേരെ ഈ ശിർക്കാരോപണം ഇവർ നടത്തുകയാണ്. എത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീന, ആ മദീനയിലെ വിശുദ്ധമായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം സിയാറത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിമീങ്ങളില്ല. മാത്രമല്ല, ഹജ്ജിന് പോകുന്ന മുസ്ലിമീങ്ങളോട് ഹബീബായ തങ്ങളുടെ ജാറം സിയാറത്ത് ചെയ്യുന്നത്, മദീന സന്ദർശിക്കുന്നത് ഇസ്ലാമിന്റെ ഹജ്ജ് കർമ്മത്തിന്റെ മര്യാദയായി സമുദായം കാണുകയാണ്. അതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളും ആ ഹജ്ജിന് പോകുമ്പോൾ മദീന സന്ദർശിക്കുമെന്ന് മാത്രമല്ല, ആ മദീനയിൽ കടന്നു ചെന്നാൽ മഹാന്മാര് പഠിപ്പിക്കുന്ന മര്യാദകളുണ്ട്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടുന്ന വിശ്വാസികളോട് അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ ഇസ്തിഗ്ഫാർ അല്ലാഹു സ്വീകരിക്കാൻ, നിങ്ങളുടെ പാപമോചനത്തിന്റെ തേട്ടം അല്ലാഹു പരിഗണിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമാണ്, ഏറ്റവും കൂടുതൽ കാരണമാണ് അള്ളാന്റെ റസൂലിന്റെ റെക്കമെൻഡ് ഉണ്ടാവുക എന്നത്. അങ്ങനെ റസൂലുള്ളാന്റെ റെക്കമെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, നിങ്ങളുടെ പാപമോചനം അല്ലാഹു സ്വീകരിക്കുകയാണ്, നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ച് നിങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. ഈ വിശുദ്ധമായ ഹദീസും അനുബന്ധമായുള്ള സംഭവങ്ങളെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹബീബ് തങ്ങളുടെ ചാരത്തു ചെന്ന് ഇസ്തിഗാസ നടത്താൻ പഠിപ്പിക്കുകയാണ്. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആ ആശയം തന്നെ പഠിപ്പിക്കുകയാണ്. ധാരാളം കടന്നുപോയ മഹാന്മാർ ഈ മര്യാദയും ആശയവും സമുദായ
ഗായത്തെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പിൻബലത്തിലും പശ്ചാത്തലത്തിലും ഇന്നും എന്നും ലോക മുസ്ലിമീങ്ങള് ഹബീബായ തങ്ങളുടെ ജാറം സിയാറത്ത് ചെയ്യുകയാണ്. എന്നാൽ വഹാബികൾ പരസ്യമായി എഴുതി വെക്കുന്നു, ഒരാൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം സിയാറത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ പോയാൽ അത് ഗുരുവായൂർ അമ്പലത്തെ പ്രദക്ഷിണം ചെയ്യുന്നതിനേക്കാളും അപകടകരമാണ്. മാത്രമല്ല, അങ്ങനെ ഒരാൾ മദീനയിലേക്ക് ജാറം സിയാറത്തിന് വേണ്ടി പോയാൽ അവന് ജമ്മും ഖസ്റും അനുവദനീയമല്ല. നിശ്ചിതമായ 1 കിലോമീറ്റർക്ക് അപ്പുറം ഒരാൾ യാത്രയിൽ ഏർപ്പെട്ടാൽ ആ യാത്ര ഹലാലാണ് എങ്കിൽ അവന് ജമ്മും ഖസ്റും അനുവദനീയമാണ്. ളുഹറും അസറും മഗ്രിബും ഇശാവും ചുരുക്കി മുന്നും പിന്നുമായി നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു ആനുകൂല്യം പോലും മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിന് പോകുന്നവർക്കില്ല എന്നാണ്. സഹോദരങ്ങളെ, സ്വന്തം പ്രാസ്ഥാനിക നേതാവിനോട് പോലും ഇത്രത്തോളം അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം വഹാബീസമല്ലാതെ ലോകത്ത് വേറെ ഏതാണുള്ളത്? എന്നിട്ട് ഇവിടെ മൗലവിമാർ പറയുകയാണ്, വർഷാവർഷം ഹജ്ജിന് വരുന്ന ഒരു 25 ലക്ഷം മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ആ 25 ലക്ഷം മുസ്ലിമീങ്ങളിൽ 20 ലക്ഷവും ഇസ്ലാമിന്റെ പുറത്താണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാൻ. മിനായിൽ ദുരന്തമുണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തമുണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല? അവിടെ റസൂലുള്ളാഹി ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ശിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. വിശുദ്ധമായ ഹറമിൽ വർഷാവർഷം ഹജ്ജിന് വരുന്ന മുസ്ലിമീങ്ങളെ കുറിച്ചായി വിലയിരുത്തല്. എന്നാൽ ഈ ഒരു ശിർക്കാരോപണത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിലപാടെന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? ഈ സമുദായം പൂർവീക സമൂഹത്തിൽ സംഭവിച്ചതുപോലെ ഈസാ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ ആ സമൂഹം ഒന്നടങ്കം ശിർക്കിലേക്ക് വഴുതിപ്പോയതുപോലെ ഈ സമുദായം ഒരിക്കലും ശിർക്കിലേക്ക് പോകില്ല. സഹോദരങ്ങളെ, ഇവിടെ എത്ര അപകടമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലും ഈ ലോകത്തൊരു സത്യവിശ്വാസി ആരാധിക്കുകയില്ല. ഹബീബായ തങ്ങൾ വഫാത്തോടടുത്ത സമയത്ത് പോലും പ്രാധാന്യത്തോടുകൂടെ നടത്തിയ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ലാ തജിൽ ഖബരി വസനൻ യുഅബദു. എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബർ, അവിടുത്തെ റൗള ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിന്റെ നല്ല സമയം തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത റസൂലുള്ളയാണ്. ഇവിടെ ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഇർതഖബത്തു ചൊല്ലിയതിന്റെ പേരിൽ അത് ശിർക്കാണെന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചെല്ലുന്ന മാലമൗലിദുകൾ കഞ്ചാവിനേക്കാളും അപകടകരമായ ശിർക്കാണ് എന്ന് പറയുമ്പോൾ ആ ആരോപണത്തിന്റെ ആകത്തുക എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിക്കപ്പെട്ടു പോയിട്ടുണ്ടെന്നല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ ലോകത്തുള്ള മുഖ്യധാരാ മുസ്ലിമീങ്ങൾ ആരാധിച്ചു. ഹജ്ജിന് വരുന്ന 25-ൽ 20 ലക്ഷവും ആരാധിച്ചു എന്ന് പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ആരാധിക്കപ്പെട്ടു പോയി എന്നല്ലേ? ഇസ്ലാമിന്റെ എത്ര പ്രമാണങ്ങളാണ് അതിന് അത് ശരിയല്ല എന്ന് പഠിപ്പിക്കുന്നത്? മഹ്ശറയിൽ ഓരോ പ്രവാചകന്മാരോടും വിശ്വാസികൾ റെക്കമെൻഡ് തേടി പോകുമ്പോൾ ആ
റെക്കമെൻഡ് തേടി ഓരോ നബിമാരുടെ മുമ്പിലും ചെല്ലുമ്പോൾ അവർ കൈമർത്തുന്നുണ്ട്. അവസാനമായി ഈസാ അലൈഹിസ്സലാമിന്റെ മുമ്പിലെത്തുന്ന സമയമുണ്ട്. ആ സമയത്ത് ഈസാ അലൈഹിസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് റെക്കമെൻഡ് പറയരുത്. ഇന്നി ഉബിത്തു മിൻ ദൂനില്ലാഹ്, ഞാൻ അല്ലാഹുക്ക് പകരം ആരാധിക്കപ്പെട്ടയാളാണ്. എന്റെ അനുയായികൾ അല്ലാഹുക്ക് പകരം എന്നെ ഇലാഹായി ആരാധിച്ചിട്ടുണ്ട്. വലാകിനിതു മുഹമ്മദാ, അതുകൊണ്ട് നിങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ചെന്ന് റെക്കമെൻഡ് തേടുക. എന്തുകൊണ്ട്? ആ റസൂലുള്ള ആരാധിക്കപ്പെട്ടിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പൂർവിക സമൂഹത്തിൽ ആ പ്രവാചകന്മാരുടെ അസാന്നിധ്യം ആ സമൂഹത്തെ പൂർണ്ണമായി ബഹുദൈവാരാധനയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ സമൂഹം ഒന്നടങ്കം ശിർക്കിലേക്ക് വഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സമുദായം അങ്ങനെ ശിർക്കിലേക്ക് വഴിമാറുന്നത് ഭയപ്പെടുന്നില്ല. എന്നാൽ അള്ളാന്റെ ഹബീബ് ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇന്നമാ തഖവ്വഫു അലൈക്കും റജുലാ, ഞാൻ ഭയപ്പെടുന്നത് നിങ്ങളിൽ നിന്നുള്ള ചിലരെയാണ്. എന്താണ് ആ ആളുകളുടെ അപകടം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവർ ധാരാളമായി ഖുർആൻ ഓതുന്നവരാണ്. അങ്ങനെ ഖുർആൻ ഓതി ഓതി അവസാനം അത് കൈവിട്ടു പോവുകയാണ്. അങ്ങനെ കൈവിട്ടു പോകുന്നു എന്ന് മാത്രമല്ല, വസഅല ജാരിഹി ബിസ്സൈഫ്, അയൽവാസിക്കു നേരെ അവർ ആയുധമെടുക്കുകയാണ്. അയൽവാസിക്കു നേരെ അവർ അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. എന്തിന്റെ പേരിൽ? വറമാഹു ബിശ്ശിർകി, അയൽവാസിയായ സത്യവിശ്വാസി ബഹുദൈവാരാധനയിൽ എത്തിയിട്ടുണ്ട്, മുർത്തദായിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച് ആ അയൽവാസിക്കു നേരെ ആയുധമെടുക്കുന്ന പ്രവണതയുമായി ഒരു വിഭാഗം ആളുകൾ വരും. അവരെയാണ് ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾ നോക്ക്, ഈ കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ വരകളെ, പേജുകളെ, അവരുടെ പ്രഭാഷണങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ സമുദായത്തിനു നേരെ എത്രയാണ് അവർ ശിർക്കാരോപണം നടത്തിയത്. ശിർക്കാരോപണം മാത്രമല്ല, നേർച്ചകൾ എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് വഹാബികളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിരുന്ന അൽമനാറിൽ അരീക്കോട്ടുകാരനായ മൗലവി എഴുതി വെച്ചത് എന്താണ്? മഖ്ബറയിൽ പോകുന്ന മുസ്ലിമീങ്ങൾ ആ മഖ്ബറ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇൽമിയായ, വൈജ്ഞാനികമായ, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തുകൾ സംഭാവന ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടി അത്തരം കേന്ദ്രങ്ങളിൽ അത്തരം നന്മകൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവർ വഴിപിഴച്ചവരും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരുമാണ്. അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പച്ച മലയാളത്തിലാണ് എഴുതി വെച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അങ്ങനെയുള്ള ഒരു കക്ഷിത്വത്തെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അയൽവാസിക്ക് നേരെ അവർ ആയുധം നീട്ടുകയാണ്. ആ സമയത്ത് അനുചരന്മാര് ചോദിക്കുന്നുണ്ട്, നബിയേ, യാ നബിയല്ലാഹ്, പ്രവാചകരെ, ആരോപകരാണോ അതിൽ ശിർക്കുമായി ബന്ധപ്പെട്ടവർ, അതോ ആരോപിക്കപ്പെട്ടവരാണോ? ഒരു നൂറ്റാണ്ട് കാലം വഹാബികളാൽ ശിർക്കാരോപിക്കപ്പെട്ട ഈ സമുദായത്തിലെ സുന്നി സമൂഹമാണോ, അതല്ല ആരോപകരായ വഹാബികളാണോ ഈ ശിർക്കാരോപണവുമായി ബന്ധപ്പെട്ടവരെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ അനുചരന്മാരെ ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറയാണ്, ബലിറാമി, ആ ശിർക്കാരോപണം അവരിലേക്കാണ് മടങ്ങുന്നത്. ആ ശിർക്കാരോപണം അവരെ തന്നെയാണ് വേട്ടയാടാൻ പോകുന്നത്. നോക്കി, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു നൂറ്റാണ്ട് കാലം ഈ സമുദായത്തിലെ മുഖ്യധാര ഉമ്മത്തിനെതിരെ ശിർക്കാരോപണം നടത്തിയ സംഘടിത പ്രസ്ഥാനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം. ഐക്യസംഘത്തിൽ നിന്ന് ആരംഭിച്ച് 920 പ്രയാണം ആരംഭിച്ച് പിന്നീട് ജമാഅത്തെ ഇസ്ലാമി എന്ന ഉൾപിരിവിലേക്ക് വഴിമാറി ചേകന്നൂരിലൂടെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച് പിന്നീട് അനേകായിരം വൈകൃതമായ വിശ്വാസധാരകളിലൂടെ കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തിനു നേരെ ഉന്നയിച്ച എല്ലാ ശിർക്കാരോപണങ്ങൾക്കും സ്വന്തം പാളയത്തിൽ നിന്ന് അക്കമിട്ട് തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, 25 ലക്ഷം ഹജ്ജാജിമാരിൽ 20 ലക്ഷവും ശിർക്കിലായി പോയി എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ ഒറ്റയായും കൂട്ടമായും ഈ ഉമ്മത്തിലെ ആളുകളെ പേരെടുത്തുമല്ലാതെയും ശിർക്കാരോപിച്ച മൗലവിമാർ, അതിൽ ഒരു മൗലവി ഇന്ന് വിലപിക്കുകയാണ്. എന്താണ് അയാൾ പറയുന്നത്? കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ, ആ മുജാഹിദുകൾ എന്നെ
എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാഫിർ എന്നാണ്. അവർക്ക് സലാം പറഞ്ഞാൽ അവർ മടക്കുന്നില്ല, അവരൊന്നായി എന്നെ കാഫിർ എന്നാണ് വിളിക്കുന്നത് എന്ന് കാലത്തിന്റെ തിരിച്ചടി പ്രമാണം പഠിപ്പിച്ച അതിന്റെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ആ പുരോഹിതന്മാരെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു കേന്നമുകാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ ഇത്രത്തോളം ശിർക്കാരോപണം നേരിടുന്ന ഒരു പശ്ചാത്തലം, അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ പോലും ഈ സമുദായത്തിലെ ഭൂരിപക്ഷ ഉമ്മത്തിനെതിരെ ഇതൊന്ന് നിർത്തിവെക്കണമെന്നൊരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ സഹോദരന്മാരെ, അത് തൗഫീഖിന്റെ കുറവല്ലേ? അല്ലെങ്കിൽ പരലോകത്തെ പേടിയില്ലാത്തത് കൊണ്ടല്ലേ? ഈ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് കേന്നമുകാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. അപ്പോ ഇദ്ദേഹം എത്രയാണ് ഈ ഉമ്മത്തിനെതിരെ ശിർക്കാരോപണം നടത്തിയത്? ഇന്നമാ തഖവ്വഫു അലൈക്കും റജുല, ഞാൻ നിങ്ങളിൽ നിന്ന് ചിലരെയാണ് ഭയപ്പെടുന്നത്. സഹോദരങ്ങളെ, അതല്ലേ ഇന്ന് ഉമ്മത്തിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഈ സമുദായത്തിനു നേരെ 1920കളിൽ KM മൗലവിയിലൂടെയൊക്കെ ഈ ശിർക്കാരോപണം സമുദായത്തിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്ന് ഈ സമുദായത്തിന് ഇവിടെയുള്ള നേതൃത്വം ഉലമാക്കൾ പഠിപ്പിക്കാനും ബോധവൽക്കരിക്കാനും ശ്രമിച്ച ആശയമുണ്ട്. ഈ ഉമ്മത്തിൽ ഒരിക്കലും ഇന്നലകളിൽ കടന്നുപോയ പൂർവീകർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല. ഹിജ്റ 5 മുതൽ 21 വരെ ഈ രാജ്യത്ത് പ്രയാണം ആരംഭിച്ച ഇടതടവില്ലാതെ മഖ്ദൂമുമാരിലൂടെയും കോഴിക്കോട് കാളിമാരിലൂടെയും ഹളർമൗത്തിലെ സാദാത്തുകളിലൂടെയും ഒക്കെ കടന്നു വന്ന പ്രസരണം ചെയ്യപ്പെട്ട ഇസ്ലാമിക പ്രത്യാശാസ്ത്രം അത് ശിർക്ക് കലർന്നതല്ല. ആ മുൻഗാമികളെ നിങ്ങൾ ശിർക്ക് ആരോപിക്കരുത്, അവർ തൗഹീദിലാണ്. ഈ സമുദായത്തിലെ മുൻഗാമികളെ പിൽക്കാലക്കാർ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് പ്രപഞ്ചപര്യവസാന പ്രത്യാഘാതങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഒരു തിന്മ ഉണ്ടാകരുത് എന്ന് നമ്മൾ നമ്മുടെ ഉലമാക്കൾ ബോധവൽക്കരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വഹാബി പ്രസ്ഥാനത്തിലെ ആളുകൾക്കെതിരെ ഇതേ ശിർക്കാരോപണം വരുമ്പോൾ അവർ മുൻഗാമികളെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. അവർ മുൻഗാമികളെ ഫോളോ ചെയ്യണമെന്ന് പറയണം. പണ്ട് കാലങ്ങളിൽ നമ്മൾ മുൻഗാമികളെ സ്വീകരിക്കണം, ബാപ്പപ്പാരെ സ്വീകരിക്കണം എന്ന് 21 ഈ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ പറഞ്ഞു വെച്ചപ്പോൾ അവർ പറഞ്ഞതെന്താണ്? ഇതല്ലേ മക്ക കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, അൽഫൈന അലൈഹി അബാന, ഞങ്ങളെ വാപ്പപ്പാരിങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പോവുകയുള്ളൂ എന്നല്ലേ അവർ പറഞ്ഞിരുന്നത്? ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ സംസാരം ആരംഭിക്കുകയാണ്. മഹാനായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണോ ആ ശിർക്കാരോപണത്തിന്റെ പ്രത്യാഘാതം ഇന്ന് ആ ആരോപകർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനകത്ത് രംഗപ്രവേശനം ചെയ്ത ഈ കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത അപകടം എന്ന് പറയുന്നത്, എങ്ങനെയാണോ പൂർവിക ഉമ്മത്തിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ പുരോഹിതന്മാരാൽ വികലമാക്കപ്പെട്ടത്, അത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ. അള്ളാഹു എന്താണോ ആ വേദഗ്രന്ഥങ്ങളിൽ വരച്ചു വെച്ച ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായി പുരോഹിതന്മാർ യോഗം കൂടി ആ പുരോഹിതന്മാരുടെ ഇച്ഛകൾ ആ പ്രമാണങ്ങളിലേക്ക് ആഡ് ചെയ്യുകയും അനിഷ്ടകരമായത് വെട്ടിച്ചുരുക്കുകയും ചെയ്തുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങൾ വികലമാക്കിയപ്പോൾ സഹോദരങ്ങളെ, ഖുർആൻ അള്ളാഹു ഖിയാമം വരെ സംരക്ഷിക്കുന്ന ഗ്രന്ഥമാണ്. ആ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് സിറാത്തുൽ മുസ്തഖീമിന്റെ കണ്ണികളെയാണ്. ടെക്സ്റ്റ് ബുക്കുകളിലെ അക്ഷരങ്ങളെ അവ
അവാന്തര കക്ഷികൾ ഒരുപക്ഷെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ കാലങ്ങൾക്കിടയിൽ വിവിധ യോഗങ്ങളിലൂടെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ അടിക്കടി മാറ്റിപ്പണിതുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യാശാസ്ത്രമാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത് വാഴക്കാട് പരിസരത്താണ്. വഹാബി പൗരോഹിത്യം പൂർവീക സമൂഹത്തിലെ പുരോഹിതന്മാർ ചെയ്തു വെച്ചതുപോലെയുള്ള ഒട്ടേറെ പ്രവണതകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാക്കി വെച്ചപ്പോ ഇന്നലകളിൽ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ ആദർശ കൃത്യതയുള്ള വിശ്വാസ വ്യക്തതയുള്ള ഒരു ഉമ്മത്തായി ലോകത്തെവിടെയും ഇല്ലാത്ത വിധം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അണികൾ ഇവിടെ ഇന്നും നിലനിൽക്കുന്നത്. എത്രയാണ് അപ്ഡേഷനുകൾ വഹാബികൾ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ചുരുക്കുകയാണ്, എന്നാലും വാഴക്കാടാകുമ്പോൾ ഒന്ന് പരാമർശിക്കാതെ പോകുന്നത് അനുചിതമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന് നമുക്ക് ഈ വാഴക്കാട് കിട്ടുമ്പോൾ, ഞാനൊക്കെ മുതഅല്ലിമായിരുന്ന കാലത്ത് ആവേശകരമായി ഗണ്ണന പ്രഭാഷണം കേൾക്കാൻ വന്ന ഒരു പാഠമുണ്ട് ഇവിടെ തൊട്ടടുത്ത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോലും ഒരിക്കലും ഇസ്ലാമിൽ കേട്ടുകേൾവിയില്ലാത്ത വിഗ്രഹ സമാനമായ വിശ്വാസ വൈകൃതങ്ങളെ അള്ളാഹുവിന്റെ പേരിൽ പോലും ഈ സമുദായത്തിലേക്ക് ഇറക്കുമതി ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ, അതും സ്വന്തം തൗഹീദിന്റെ കാവലാളുകളായി കവലകളിൽ തങ്ങളാൽ തന്നെ പരിചയപ്പെടുത്തപ്പെടുന്ന പൂർവിക പുരോഹിതന്മാരെ പോലും അവഗണിച്ചുകൊണ്ട്, അവർക്ക് പോലും തൗഹീദ് ക്ലിയർ ആയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ നിർമ്മിതികളെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോലും കടത്തിക്കൊണ്ടുവന്ന ഒരു കാലത്താണ് വളരെ ത്യാഗോജലമായി ഇവിടെ ഖണ്ഡന പ്രഭാഷണങ്ങൾ നടന്നത്. സഹോദരന്മാരെ, നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ആദർശങ്ങളെ കൃത്യമായി പറയുന്ന പണ്ഡിതന്മാര് വിശ്വാസങ്ങളെയും നിലപാടുകളെയും വ്യക്തമായി ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുന്ന ആദർശധീരനായ ഉലമാക്കളെ മാനസികമായി തകർക്കാനോ അല്ലെങ്കിൽ അവരെ കുറിച്ച് സാമാന്യ ജനസമൂഹത്തിന്റെ മുമ്പിൽ തെറ്റുധാരണകൾ സൃഷ്ടിക്കാനോ ഉള്ള ശ്രമങ്ങള് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇതുപോലെയുള്ള പടയോട്ടങ്ങളിലൂടെ ഇവിടെ ഉണ്ടാക്കിയെടുത്തത് എന്ന് പലരും പല വിമർശനാത്മകമായി വിലയിരുത്താറുണ്ട്. കണ്ണടച്ചിരുട്ടാക്കും വിധം സത്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഉലമാക്കളുടെ കഠിനാധ്വാനം നിങ്ങൾ നോക്ക്. അന്ന് മഹാനായ പേരോട് ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ ഈ കവലകളിൽ വന്ന് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം എന്താണ്? വാഴക്കാട് മുജാഹിദുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. വാഴക്കാട്ട് മുജാഹിദുകളുടെ വിശ്വാസവും കൂടിപ്പോയിട്ടുണ്ട്. അന്ന് എന്തായിരുന്നു ഇവിടെ? എല്ലാ മുജാഹിദുകളും ഒന്നിച്ച് മറുപടിക്ക് വന്ന മൗലവിമാർക്ക് സ്റ്റേജ് കെട്ടിക്കൊടുത്തപ്പെടും, അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തപ്പെടും. ആ മൗലവിമാരും അതിനുവേണ്ടി രംഗത്തിറങ്ങിയ ആളുകളും എന്താണോ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നത്, ആ ആശയത്തിൽ നിന്ന് ഘടകവിരുദ്ധമായി എന്താണോ പേരോട് ഉസ്താദ് ഈ നാട്ടിലെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, ആ വിശ്വാസത്തിലേക്ക് സഹോദരന്മാരെ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം ആളുകൾ തിരിഞ്ഞു നടന്നിരിക്കുകയാണ്. ഞാൻ ആ ഒറ്റ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മുജാഹിദിലെ ഏറ്റവും പ്രാധാന്യനായ ഒരു പണ്ഡിതനാണ് CP ഉമർ സുല്ലമി. അദ്ദേഹം ഇന്ന് പരിചയപ്പെടുത്തുന്ന അള്ളയുണ്ട്. അതെന്താണോ അന്ന് വാഴക്കാട് പേരോട് ഉസ്താദ് പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്, കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചത്, ആ അള്ളാഹുവാണ്, ആ വിശ്വാസമാണ്. ഇതാണ് ആലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പരിണിതി എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അള്ളാഹു ഭൂമിയിലേക്ക് ഒരു കാലം കൂടെ പ്രവേശിച്ചാൽ അറിയുന്നു, പുറത്തു വരുന്നത് അറിയുന്നു, ആകാശത്തെ ഒരു വസ്തു സാധനം കയറിയാൽ അറിയുന്നു, ഇറങ്ങിയാൽ അറിയുന്നു. മുഖമാക്കും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിനമാക്കും നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് മുഖമാക്കും അതിനമാക്കും. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട്. മൂന്നാളും കൂടി സ്വകാര്യം പറയുകയാണെങ്കിൽ നാലാമനായ അള്ളാഹുവിന്റെ കൂടെ അവിടെ ഉണ്ട്, ഇല്ലാതിരിക്കില്ല. മൂന്നാൾ സ്വകാര്യം പറയുന്നത് നാലാമൻ അള്ളാന്റെ അവിടെയുണ്ട്. ആർക്കാണ് ഇദ്ദേഹം മറുപടി പറയുന്നത്? അള്ളാഹ് ആകാശത്താണെന്ന് പറയുന്നവർക്കാണ്. അള്ളാഹു അർശിലിരിക്കുകയാണെന്ന് പറയുന്നവർക്കാണ് ഇദ്ദേഹം മറുപടി പറയുന്നത്. അവർക്ക് ഒന്നായി മറുപടി പറയാനായിരുന്നു അന്ന് പേരോട് ഉസ്താദ് ഈ വാഴക്കാട് വന്നത്. അപ്പൊ അള്ളാഹ് വേണ്ടതല്ലേ, ആകാശത്തിലുള്ള അള്ളാഹ് വേണ്ടതല്ലേ പറഞ്ഞത്? അതാണ് ഒന്ന് ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടത്. അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവന്റെ ഗുണഗണങ്ങളാണ്, അവന്റെ വ്യക്തിത്വം, അവന്റെ വാർത്തന്റെ അത് എന്താണ് നമുക്കതിനെപ്പറ്റി അറിയില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് പടച്ചോൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? എവിടെയാണ് പടച്ചോൻ? എവിടെയാണ് പടച്ചോനുള്ളത്? എങ്ങനെയാണ് പടച്ചോനുള്ളത്? അറിയില്ല. ഞാൻ പറഞ്ഞില്ല, അള്ളാഹു വഴിപാട് നമുക്കറിയില്ല.
വലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിത അറിവ് കൊണ്ട് രൂപപ്പെടുത്തുന്ന വിശ്വാസമല്ല അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പഠിപ്പിക്കാൻ അന്ന് ആലിമ്യങ്ങൾ ശ്രമിച്ചു. അതുപോലെ ഓരോ വിശ്വാസങ്ങളെയും ഇങ്ങനെ കഠിനാധ്വാനം ചെയ്താണ് പഠിപ്പിച്ചത്. അന്ന് പഠിപ്പിച്ച ഏതൊക്കെ ആശയമുണ്ടോ അവിടെ തന്നെ ഈ സുന്നത്തിയമായത്തിന്റെ ഉലമാക്കളുണ്ട്. മാനസികമായോ അല്ലെങ്കിൽ സാധാരണക്കിടയിൽ തെറ്റുധാരണയുണ്ടാക്കാനോ നടക്കുന്ന കുപ്രചാരണങ്ങൾ, ധാരാളം പ്രചാരണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിന്ന് പടയോട്ടം നടത്തിയ സുന്നത്തിയമായത്തിന്റെ ഉലമാക്കള് അത് ഒരിക്കലും ബാധിക്കുകയില്ല. പക്ഷേ ഇവിടെയുള്ള സാധാരണ മുജാഹിദുകൾ അവർ ഒരൊറ്റ ചേഞ്ച് വരുത്താൻ തയ്യാറായാൽ മതി. തങ്ങളുടെ പുരോഹിതന്മാർ മാറ്റി പറയുമ്പോൾ മാത്രമേ തങ്ങളും മാറുകയുള്ളൂ എന്ന ശാഠ്യത്തിൽ നിന്ന് നേരത്തെ അവർ മാറിയിരുന്നുവെങ്കിൽ ഈ വിശ്വാസത്തിലെത്താൻ അന്നത്തെ വാഴക്കാട് ഖണ്ഡനം തന്നെ ധാരാളമാകുമായിരുന്നു എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ബഹുവന്യരായ പേരോട് ഉസ്താദ് നമ്മുടെ വാഴക്കാട്ട് വഹാബി പ്രസ്ഥാനത്തിൻ്റെ